എടി മറ്റേ ഇതിന്റെ ലാഭവിധം ഉണ്ടാവൂലേ കുടുംബശ്രീയുടെ? ലാഭവിധം ഉണ്ടാവും, അത് ഈ പ്രാവശ്യം കൂടുതലുണ്ടാവും. അംഗങ്ങൾ കൂടുതൽ ലോൺ എടുക്കുന്നുണ്ട്, അവര് കൃത്യമായിട്ട് പലിശ തരുന്നുണ്ട്. പിന്നെ ഞങ്ങളെപ്പോലുള്ള ഒരു വൈകി വരുന്നത് കൊണ്ട് ഇഷ്ടം പോലെ ഫൈൻ കിട്ടും. സംബന്ധിച്ചല്ല നിങ്ങളെ പോലുള്ളൊരു വൈകി വരുന്നുണ്ടെന്ന്. അതുകൊണ്ട് ഇത് അവിടെ പറയുമ്പോഴത്തേക്ക് എന്റെ അടുത്ത് ചാടിക്കടിക്കാൻ വരുമല്ലോ. അയ്യോ, ചാടിക്കടിക്കാൻ വന്നാലും ഞങ്ങൾ ഫൈൻ തരുന്നില്ലേ? കാരണം ഞങ്ങളെപ്പോലെ ഫൈൻ അടയ്ക്കുന്നവർക്ക് കൂടുതൽ ലാഭവിഹിതം. അപ്പൊ എനിക്ക് 22,000 കുറച്ചും കൂടി പൈസയും കൂടി കൂട്ടിയാ സുഖമായിട്ട് മേടിക്കാം. അതിന് മോള് കുണുങ്ങിയിരിക്കണ്ട. ഈ പ്രാവശ്യം നിയമം എടുത്ത് അങ്ങ് മാറ്റി. എന്ത് മാറ്റാ? എല്ലാവർക്കും തുല്യമായിട്ട് ലാഭവിഹിതം തുല്യമായിട്ടാണ് വീതിക്കുന്നത്. അയ്യോടാ മോനെ, അത് കൊള്ളാലോ. അത് കൊള്ളാം. അത് നടക്കൂല. ഞാൻ കുടുംബശ്രീയില് സെക്രട്ടറി ആയിരുന്നപ്പോ അങ്ങനെ ആയിരുന്നില്ല. ചേച്ചി സെക്രട്ടറി ആയിട്ട് ഇരുന്നപ്പോ നടത്തിയ അഴിമതി കാരണമാണ് ചേച്ചിനെ എടുത്ത് മാറ്റിയിട്ട് ഞാനായത്. എന്ത് അഴിമതി? ഞങ്ങളുടെ ബുക്കിലെ പൈസ ഞങ്ങൾ ലോൺ എടുക്കണു, അതിന് ഞങ്ങൾ പലിശ അടയ്ക്കുന്നു. ആ പലിശ നീയൊക്കെ വീട്ടിൽ കൊണ്ടുപോയാൽ എങ്ങനെ സമ്മതിക്കും? നിങ്ങൾ കൊണ്ടുപോയി നിങ്ങൾ പലിശക്കല്ലേ കൊടുക്കുന്നത്? ചേച്ചി പലിശ കൊടുക്കുന്നില്ലായിരിക്കും, ഇവിടുന്ന് പൈസ എടുത്തോണ്ട് പലരും പലിശക്ക് കൊടുക്കുന്നുണ്ട്. കുറെ കള്ളികൾ ചേർന്ന് ഡാഡിയുടെ പരിപാടി കൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ ഒറ്റ കുത്തുവച്ചിട്ട് ഞാൻ സൗണ്ട് കൂടുതൽ വേണം. അല്ലെങ്കിൽ ഇവിടെ ഈ കൈ ഞാനുണ്ടല്ലോ ചവിട്ടി ഓടിക്കും.